നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കാലം ചെയ്ത അത്തനേഷ്യസ് യോഹൻ പ്രഥമൻ മെത്രാപ്പൊലീത്തയുടെ കബറടക്കത്തിന്റെ ഭാഗമായുള്ള ഒന്നാം ഘട്ട ശുശ്രൂഷകൾ യുഎസിൽ നടന്നു. കബറടക്കം മെയ് 21 തിരുവല്ലയിൽ നടക്കും. അതേസമയം വാഹനം ഓടിച്ച ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മെത്രാപ്പൊലീത്തയുടെ മകനും ബിഷപ്പുമായ ഡാനിയൽ മാർ തീമത്തിയോസ് ആവശ്യപ്പെട്ടു. യുഎസിലെ ഡാലസ് വിൽസ് പോയിന്റ് സെന്റ് പീറ്റേഴ്സ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിലാണ് മെത്രാപ്പൊലീത്തയുടെ കബറടക്കത്തിന്റെ ഭാഗമായുള്ള ഒന്നാം ഘട്ട ശുശ്രൂഷകൾ നടന്നത്. കൊളംബോ കിഗാലി ഭദ്രാസന അധിപൻ ഗീവർഗീസ് മാർ മക്കാറിയോസ് മുഖ്യ കാർമ്മികനായിരുന്നു. നോർത്ത് അമേരിക്കൻ ഭദ്രാസന അധിപൻ ഡാനിയൽ മാർ തീമത്തിയോസ് സഹകാർമ്മികത്വം വഹിച്ചു. സഭാ സെക്രട്ടറി ഫാദർ ഡോക്ടർ ഡാനിയൽ ജോൺസൺ ഉൾപ്പെടെയുള്ള വൈദികർ പങ്കെടുത്തു. മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം 20 രാവിലെ നാട്ടിലെത്തിക്കും. അന്ന് രാവിലെ തിരുവല്ല സെന്റ് തോമസ് നഗറിലെ ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കും. 21 കബറടക്ക ശുശ്രൂഷകൾ സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിൽ നടക്കും. കഴിഞ്ഞ 7 യുഎസിലെ ഡാലസിലുണ്ടായ അപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ 8 യോഹാൻ മെത്രാപ്പൊലീത്ത കാലം ചെയ്തത്. അതേസമയം അപകടം വരുത്തിയ വാഹനം ഓടിച്ച ആൾക്കായി പ്രാർത്ഥിക്കണമെന്ന് മെത്രാപ്പൊലീത്തയുടെ മകനും ബിഷപ്പുമായ ഡാനിയൽ മാർ തീമത്തിയോസ് ആഹ്വാനം ചെയ്തു. അദ്ദേഹം അപ്പോൾ തന്നെ വാഹനം നിർത്തി അതുവഴി കടന്നു വന്ന മറ്റൊരു വാഹനം നിർത്തിച്ച് അതിലുണ്ടായിരുന്നവർ വഴി പോലീസിൽ വിവരം അറിയിച്ചു. അപകട വിവരം അറിഞ്ഞെത്തിയപ്പോൾ കണ്ടത് ആകെ തകർന്നിരിക്കുന്ന ഡ്രൈവറെയാണ്. അദ്ദേഹത്തെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു മാർ തീമത്തിയോസ് പറഞ്ഞു. അപകടമുണ്ടാക്കിയ ഡ്രൈവറോട് ക്ഷമിക്കാനും അദ്ദേഹത്തിന് മനോവീര്യം ലഭിക്കാൻ പ്രാർത്ഥിക്കാനും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിലെ ബിഷപ്പുമാരും വൈദികരും ഉൾപ്പെടെ 1000-ഓളം പേർ പങ്കെടുത്ത സൂം മീറ്റിംഗിൽ ഡാനിയൽ മാർ തീമത്തിയോസ് ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.